കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും ചെയ്തെങ്കിലേ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ പറ്റുള്ളൂ. പണിമുടക്കെന്ന് പ്രഖ്യാപിച്ചാലും നമ്മളെ ബന്ധമായിട്ട് ആചരിക്കുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബന്ധിൻ്റെ ആവശ്യമില്ല. ബന്ധിൻ്റെയൊക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി. ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്, ഇപ്പോൾ ഗവൺമെൻറ് മാറും. അപ്പോൾ ഏതാണ്ട് ഒരു 2 മാസത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു ചെറുത്താൻ്റെ മുമ്പിൽ വാലടച്ചിരുന്നൊരു കാര്യമുണ്ടോ എന്ന് വെച്ചാൽ കേരളം മാത്രം അടച്ചിരുന്നിട്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലാളി സംഘടനകൾ നാളെ രാജ്യവ്യാപകമായി പണിമുടക്കുകയാണ്. പണിമുടക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അത് ബാധിക്കുന്നത് കടകളും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചുകൊണ്ടൊരു ബന്ദ് രീതിയിലായിരിക്കും അത് വ്യാപിക്കുക എന്നാണ് അറിയുന്നത്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സാധാരണഗതിയിലായിരിക്കും നടക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു അടച്ചു പൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം കേന്ദ്രത്തിനെതിരെ ഇപ്പോൾ കേരളത്തിന് ആവശ്യമാണോ എന്നുള്ളതാണ്. കേന്ദ്രത്തിനോട് അല്ലെങ്കിൽ ആവശ്യങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ കേന്ദ്രത്തിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് അടച്ചുപൂട്ടിക്കൊണ്ട് കേരളം ഒന്നാകെ അടച്ചുപൂട്ടിക്കൊണ്ടുള്ള ഒരു സമരം നടത്തിയാണോ അത് വാങ്ങേണ്ടത് എന്നുള്ളതാണ്. ഇത് സാധാരണക്കാരെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമെന്നാണ്. യൂണിയനുകളുടെ ഒരു സമരമുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സമരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ദിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും ചെയ്തെങ്കിലേ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ പറ്റുള്ളൂ. വേറെ എന്ത് ചെയ്യാനുള്ളേ? കേരളത്തിൽ ഒന്നും ചെയ്യാനില്ലല്ലോ, എല്ലാം പൂർത്തിയാക്കിയല്ലോ. കേരളത്തിനൊന്നും കിട്ടാനുമില്ല. എല്ലാം ശരിയാക്കി. ഇനിയിപ്പോ കേന്ദ്രത്തിലൊന്ന് സമീപിക്കുക. സാധാരണക്കാരുടെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കില്ലേ? സാധാരണക്കാർ നോക്കിയിട്ടല്ലോ ഇവിടെ ഭരണം നടക്കുന്നത്. ഈ ഭരിക്കുന്നവർ സാധാരണക്കാരാണോ? അല്ലല്ലോ, സാധാരണക്കാരെ കാണുന്നുമില്ല. അതായത് ഞങ്ങൾ വന്നിരിക്കണ അവിടെ ഒരു സമരക്കാരാണ്, ഞങ്ങൾ സഹകരണ മേഖലയിലെ പെൻഷൻകാര്. ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ 2500 രൂപ, ഏറ്റവും കൂടിയ പെൻഷൻ 17,480 രൂപ, അല്ല 850 രൂപ. ഞങ്ങൾക്ക് 1785 കോടി രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഞങ്ങളുടെ സ്വന്തം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പെൻഷൻ സർക്കാർ പെൻഷൻ ബോണ്ട് അക്കൗണ്ട്. ഞങ്ങളുടെ PF കോൺട്രിബ്യൂഷനാണത്. ആ പൈസ നിന്നാണ് ഞങ്ങൾക്ക് തരേണ്ടത്. പെൻഷൻ ബോർഡ് തരില്ല, മന്ത്രി സമ്മതിക്കില്ല, മന്ത്രിയുടെ സെക്രട്ടറി സമ്മതിക്കില്ല. ഇത് നിങ്ങളുടെ സ്വന്തം കാശല്ലേ? ഇതിന് ഇവരുടെ 33 ജീവനക്കാർ, 10-20 ഡയറക്ടേഴ്സ്, അവർ മസ്കറ്റിലും അവിടെ ഇവിടെയൊക്കെയാണ് അവർ കമ്മിറ്റി കൂടുന്നത്. ജീവനക്കാർക്കുടെ മുഴുവൻ DA കൊടുത്തു. ഇത് സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് അവിടുത്തെ മുഴുവൻ DAയും കൊടുത്തു. അവരുടെ ലീവ് സറണ്ടർ, അതുപോലെ ഇൻക്രിമെൻ്റ് എല്ലാം കൊടുത്തു. 4 ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന അവർ 32 ജീവനക്കാർ അവിടെ ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. 26,000 പേരെ പെൻഷൻകാരുള്ളൂ. 26,000 പേര് പെൻഷൻകാരുള്ളൂ. അവർക്ക് വേണ്ടിയാണ് ഈ 33 ജീവനക്കാർ. ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ് പോണത്. മനസ്സിലായോ? അല്ല, അപ്പൊ അതിനെതിരെയാണോ നിങ്ങൾ സമരം ചെയ്യുന്നത്? അതിനെതിരെയാണ്. അത് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. കേന്ദ്രത്തിനോട് സമരം ചെയ്താൽ എന്തെങ്കിലും ന്യായം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കേന്ദ്രത്തിന് കുറ്റം പറയാനല്ലാണ്ട് കേരളത്തിൽ ഒരിക്കലും ആർക്കും സാധ്യമല്ലല്ലോ. ബന്ദ് പോലെ നല്ല ബന്ധാണ് പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ. അതിനെക്കുറിച്ച് എന്താണ്? കാരണം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ബന്ദിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ബന്ധല്ല, പണിമുടക്കാണ്. പക്ഷെ അത് ബന്ദിന്റെ ആഹ്വാനം പോലെയാണ്. കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള പണിമുടക്കാണ്. അതുകൊണ്ട് ആ പണിമുടക്ക് നടക്കണം. കേന്ദ്ര നയങ്ങൾ തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ട് ലേബർ കോഡ് കൊണ്ടുവരിക, ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അപ്പോൾ അതിനെതിരായിട്ടാണ് ഈ സമരം. അല്ല, കടകളും മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങളും ആരും അടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അവർ സ്വയമേവ അടയ്ക്കുകയാണെങ്കിൽ അടയ്ക്കുക എന്നല്ലാതെ. എന്തായിരുന്നാലും അടയ്ക്കുമെന്നുള്ളത് എനിക്കും ചേട്ടനും ഒക്കെ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാവാം. അല്ല, അപ്പോൾ അത് സാധാരണ ഞങ്ങൾ ഹോട്ടലിൽ ചോദിച്ചപ്പോൾ നാളെ ഹോട്ടൽ തുറക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ചെറിയ പെട്ടിക്കടയുടെ അടക്കം അത് ഒരു സംസ്കാരമാണ് കേരളത്തിൽ. അല്ല, അപ്പോൾ അത് സാധാരണക്കാരെ, കാരണം ഇങ്ങനെ ഇടയ്ക്ക് ഒരു ബന്ധും മറ്റുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ വേണ്ട എന്നുള്ളത് ബന്ധമൊക്കെ പോയിട്ട് കാലം കുറേ. അതെ, ഇപ്പോൾ പണിമുടക്കെന്ന് പ്രഖ്യാപിച്ചാലും നമ്മളെ ബന്ധമായിട്ട് ആചരിക്കുകയാണ്. അതെ, അതുകൊണ്ട് അത് പണിമുടക്ക് നടക്കണം. അല്ലാതിരുന്നു പറഞ്ഞാൽ സർക്കാരുകൾ ഇങ്ങനെ ഒരു പണിമുടക്ക് നടത്തുന്നതിലൂടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകണമല്ലോ. ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ പണിമുടക്ക് സമരങ്ങൾ എന്നാലല്ലേ ഇതെല്ലാം വന്നതാ, അതിന്ന് വന്നാണല്ലോ. അതുകൊണ്ട് അത് വരണം. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് സമരത്തിനെതിര് പറയില്ല. സമരങ്ങൾ നടന്നാലേ സർക്കാരുകൾ ഉണരുള്ളൂ. അതിൻ്റെ ഒരു എന്നാലേ നമുക്ക് കിട്ടേണ്ടത് കിട്ടുള്ളൂ അല്ലേ? കിട്ടേണ്ടത് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും സമരം നടക്കണം. സമരം നടക്കണം. ഏത് സമരമായാലും വേണ്ടില്ല, നടക്കട്ടെ എന്നുള്ളതല്ലേ? അപ്പൊ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ലീവ് എടുത്തിരിക്കാം, ആഘോഷിക്കാം. ശരി, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബന്ധിന്റെ ആവശ്യമില്ല. ബന്ധിന്റെ ഒക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവൺമെന്റുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ല, ഇതിപ്പോ കേരളത്തിൽ മാത്രമേ ഒരു ബന്ദിന്റെ രീതിയിൽ വരുന്നുള്ളൂ. കടകളൊക്കെ അടച്ച് അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചു പൂട്ടിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും
ഈ രീതി വരുന്നില്ല, സാധാരണ ജീവിതം തന്നെയാണ് അവിടെ. അപ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ഒരു കേരളത്തിൽ പണ്ട് പോയ ബന്ധു വീണ്ടും തിരിച്ചു വരുക. അതെ, പണ്ട് കാലങ്ങളിൽ ഇതുപോലെ പ്രശ്നങ്ങളും അടപ്പും മൊത്തം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. വീണ്ടും ആ കാലഘട്ടം ഇവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും നാളത്തെ പണിമുടക്ക്. അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം സാധാരണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളതാണ്. പണിമുടക്ക് അവർ ബന്ധാക്കി മാറ്റി അക്രമങ്ങൾ അഴിച്ചുവിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബന്ധമായിട്ട് അത് കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു നടപടി ഇപ്പോഴത്തെ കേരളത്തിൽ അത് ആവശ്യമുണ്ടോ എന്നുള്ളത് ആവശ്യമില്ല. ഇല്ല. ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്, ഇപ്പോൾ ഗവൺമെൻറ് മാറും. അപ്പോൾ ഏതാണ്ട് ഒരു 2 മാസത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് സാധാരണക്കാരുടെ ജനജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുകയല്ലേ? സംശയം എന്താ അതിന്? ഇങ്ങനെ ഒരു ബന്ധിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ല, ഇല്ലായിരുന്നു അല്ലേ? അതാണ് ഇപ്പോൾ ഒരു ബന്ധിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലല്ലല്ലോ ബന്ധം, ഇന്ത്യയിലാകെയല്ലേ ഉണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും ഒക്കെ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു ബന്ധു രീതിയിലായിരിക്കും. നമ്മൾ പെര ആകെ വിഴുങ്ങാൻ തന്നെ ഒരു ചെറുത്താൻ്റെ മുമ്പിൽ വാലടച്ചിരുന്നൊരു കാര്യമുണ്ടോ എന്ന് വെച്ചാൽ കേരളം മാത്രം അടച്ചിരുന്നൊരു കാര്യമില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്ത്യ രാജ്യത്തോടുള്ള പ്രതിബദ്ധത പുലർത്തുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യം നമ്മളോട് എടുക്കുന്ന സമീപനം അടക്കം തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ ഒരു പരിഹാരം എന്ന നിലക്ക് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരങ്ങളാകെ നടക്കുന്നത്. അതിന് സമരത്തെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് സമരത്തോട് ഐക്യദാർഢ്യപ്പെടാൻ കഴിയുമെങ്കിൽ ആ നിലക്കാകട്ടെ. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനത്തെ ഒരു രീതി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ആവശ്യമുണ്ടോ? ഇന്ന് കേന്ദ്രത്തിലെ ഒരു അതെ, കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെയാണ്. അതെ, അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ. തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഭരണം മൊത്തത്തിൽ ബുദ്ധിമുട്ടേറിയ ഒരു ഇതാണ്. പക്ഷെ അത് പറഞ്ഞ് മാറ്റാന്നുള്ളതല്ലേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ ഒരു സാധാരണക്കാരെ എല്ലാവരെയും ഒരു ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടുകൊണ്ടുള്ള ഒരു ബന്ധിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ ബന്ധിനെ പറ്റി ഇനി കൂടുതൽ അറിയില്ല, ഞാനൊന്നും മനസ്സിലാക്കിയിട്ടില്ല. നാളെ പൂർണ്ണമായ ബന്ധാണ്. അതെ, അതങ്ങനെ. പക്ഷെ ഒരു ബന്ധ് ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അതെ, കാരണം അത് നമ്മളെ വളരെ ബുദ്ധിമുട്ടിക്കും. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ദിവസം ജോലി ചെയ്താലേ അവൻ്റെ നിത്യവൃത്തി കഴിയുള്ളൂ. പക്ഷെ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതിനോട് എനിക്ക് യോജിപ്പില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജനജീവിതം സാധാരണയാണ്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും. തീർച്ചയായിട്ടും തമിഴ്നാടൊക്കെ നമ്മൾ വളരെ ആക്ഷേപിച്ച സംസ്ഥാനം നമ്മളെക്കാൾ വളരെ പ്രോഗ്രസീവാണ്. തീർച്ചയായിട്ടും നമ്മളിന്ന് വളരെ താഴ്മയിലാണ്. നമ്മുടെ കുട്ടികൾക്ക് ജോലിയില്ല. എനിക്ക് 3 മക്കളുണ്ട്, ഒരുത്തരെ ജോലിയുള്ളൂ. 2 പേരും MSc-കാരാണ്. അവർ 2 പ്രൈവറ്റ് ഫാമിലി വെറും നിസ്സാര 20,000 രൂപയൊക്കെ ജോലി ചെയ്യും. ഞാൻ ട്രാൻസ്പോർട്ട് പെൻഷനറാണ്, എനിക്ക് സമയത്തിന് പെൻഷൻ കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? അത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു ജനജീവിതം സ്തംഭിപ്പിച്ചിട്ടുള്ള സമരങ്ങളുടെ ആവശ്യമില്ല. ഇല്ല, അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.